കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി. ന്യൂ ബ്ലോക്കിലെ 9ാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ആശുപത്രി അധികൃതർ അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. രോഗികളെയെല്ലാം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. 9ാം നിലയിലാണ് തീപിടുത്തം. അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാൽ തന്നെ അവിടേക്ക് തീ അണയ്ക്കാനുള്ള സാമഗ്രികൾ എത്തിക്കേണ്ടതുണ്ട്. ആശുപത്രിയുടെ പ്രവർത്തനത്തെ അത് ഏത് രീതിയിൽ ബാധിച്ചുവെന്നുള്ള വിശദാംശങ്ങളൊക്കെ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. രോഗികളെല്ലാവരും സുരക്ഷിതരെന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ നൽകുന്ന വിവരം. മാത്രമല്ല, ഈ ആശുപത്രി കെട്ടിടത്തിനുണ്ടായ തീപിടുത്തത്തിന് പുക ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എത്രത്തോളം വലിയ തീപിടുത്തമാണ് ഉണ്ടായത് എന്നുള്ള വിവരങ്ങളൊക്കെ അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും. എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിവരം. ഷഹദ് റഹ്മാനാണ് അവിടെ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. മുകൾ നിലയിൽ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പുറത്തുള്ള ഗ്ലാസ്സുകളൊക്കെ പൊട്ടിത്തകർന്നിട്ടുണ്ട്. ഇപ്പോൾ പുക ഉയരുന്നുണ്ട്. തീ അണയ്ക്കാനായി എന്ന സൂചനയാണിത് നൽകുന്നതെന്ന് തോന്നുന്നു. ആ ഉയരുന്ന പുകയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും അഗ്നിശമന സേനാംഗങ്ങൾ അവിടെ എത്തിച്ചേർന്നു. വളരെ കോഴിക്കോട് നഗരഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ആശുപത്രി ആയതുകൊണ്ട് തന്നെ അതിവേഗം ഈ അഗ്നിശമന സേനാംഗങ്ങൾക്ക് അവിടെ എത്തിച്ചേരാനായി. അവരെത്തുന്നത് വരെ ആശുപത്രിയിലുള്ള താൽക്കാലിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഈ ബ്ലോക്കിൽ നിന്ന് ഉണ്ടായിരുന്ന എല്ലാവരെയും രോഗികൾ ഉൾപ്പെടെയുള്ളവരെ മാറ്റിയെന്നാണ് ആശുപത്രി മാനേജ്മെൻറ്റ് നൽകുന്ന വിവരം. ഞങ്ങളുടെ പ്രതിനിധി ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഹദെ, ഈ മുകൾ നിലയിൽ ചില്ലുകളൊക്കെ തകർന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആളുകൾക്കൊന്നും പൊള്ളലോ പരിക്കോ ഒന്നും ഇല്ലെന്നല്ലേ പ്രാഥമികമായി നമുക്ക് അറിയാൻ സാധിക്കുന്നത്? ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകുന്നത്. കോഴിക്കോട് നിന്നുള്ള കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി. ന്യൂ ബ്ലോക്കിലാണ് തീപിടുത്തമുണ്ടായത്. 9ാം നിലയിലാണ് തീപിടുത്തമുണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. അവിടേക്ക് കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തുന്നു. കൂടുതൽ അഗ്നിശമന സേനാംഗങ്ങൾ എത്തുന്നുണ്ട്. അവരെത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അല്പസമയം മുൻപ് പ്രേക്ഷകർ കണ്ടത്. തീ അണയ്ക്കാൻ എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. എന്നാലും മുൻപ് കണ്ട ദൃശ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീപിടുത്തം ഉണ്ടായതിൻ്റെ തോത് അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മുൻപുള്ള ദൃശ്യമാണ്. എത്രത്തോളം വലിയ തീപിടുത്തമാണ് ഉണ്ടായത് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് അനുമാനിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഷഹദ് അല്പസമയത്തിനുള്ളിൽ തന്നെ. നമുക്കിപ്പോൾ ദീപക് ധർമ്മടും ചില വിവരങ്ങൾ കൂടി ഇടുന്നുണ്ട്. നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. ഫയർ എഞ്ചിൻ കടത്തിവിടാനുള്ള പോലീസിന്റെ ശ്രമത്തിനിടയിലാണ് കുറച്ചു സമയത്തേക്ക് ഗതാഗതം നിയന്ത്രിച്ചത്. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.